പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷം 8-ാം അധ്യായം 12 മുതൽ 20 വരെ. അക്കാലത്ത് യേശു ഫരിസേയരോട് അരുളിച്ചെയ്തു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല. അവന് ജീവൻ്റെ പ്രകാശമുണ്ടായിരിക്കും. അപ്പോൾ ഫരിസേയർ പറഞ്ഞു, നീ തന്നെ നിനക്ക് സാക്ഷ്യം നൽകുന്നു. നിന്റെ സാക്ഷ്യം സത്യമല്ല. യേശു പ്രതിവചിച്ചു, ഞാൻ തന്നെ എനിക്ക് സാക്ഷ്യം നൽകിയാലും എൻ്റെ സാക്ഷ്യം സത്യമാണ്. കാരണം ഞാൻ എവിടെ നിന്ന് വന്നുവെന്നും എവിടേക്ക് പോകുന്നുവെന്നും എനിക്കറിയാം. എന്നാൽ ഞാൻ എവിടെ നിന്ന് വരുന്നുവെന്നോ എവിടേക്ക് പോകുന്നുവെന്നോ നിങ്ങൾ അറിയുന്നില്ല. നിങ്ങളുടെ വിധി മാനുഷികമാണ്. ഞാൻ ആരെയും വിധിക്കുന്നില്ല. ഞാൻ വിധിക്കുന്നെങ്കിൽ തന്നെ എൻ്റെ വിധി സത്യമാണ്. കാരണം ഞാൻ തനിച്ചല്ല, എന്നെ അയച്ച പിതാവും എന്നോട് കൂടെയുണ്ട്. 2 പേരുടെ സാക്ഷ്യം സത്യമാണെന്ന് നിങ്ങളുടെ നിയമത്തിൽ തന്നെ എഴുതിയിട്ടുണ്ടല്ലോ. എന്നെക്കുറിച്ച് ഞാൻ തന്നെ സാക്ഷ്യം നൽകുന്നു. എന്നെ അയച്ച പിതാവും എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകുന്നു. അപ്പോൾ അവർ ചോദിച്ചു, നിൻ്റെ പിതാവ് എവിടെയാണ്? യേശു പറഞ്ഞു, നിങ്ങൾ എന്നെയാകട്ടെ എൻ്റെ പിതാവിനെയാകട്ടെ അറിയുന്നില്ല. എന്നെ അറിഞ്ഞിരുന്നെങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു. ദേവാലയത്തിൽ ഭണ്ഡാര സ്ഥലത്ത് പഠിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അവൻ ഇതെല്ലാം പറഞ്ഞത്. എന്നാൽ ആരും അവനെ പിടിച്ചില്ല. കാരണം അവൻ്റെ സമയം ഇനിയും വന്നു ചേർന്നിട്ടില്ലായിരുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ദിവ്യകാരുണ്യനാഥനായ ഈശോയിൽ പ്രിയരെ, സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ഏപ്രിൽ മാസം 6-ാം തീയതി, തപസ് കാലത്തിലെ 5-ാം വാരം, ഞായറാഴ്ച. ഈ സുവിശേഷ ഭാഗത്ത് നമ്മൾ ഈശോയിലേക്ക് കടന്നു വരുമ്പോൾ, ഈശോയോട് ചേർന്ന് നിൽക്കുമ്പോൾ പ്രകാശിക്കുവാനായിട്ട് സാധിക്കണം. ഈ തപസ് കാലത്തിൻ്റെ അവസാനം, ഈശോയുടെ പീഡാസഹനം മരണത്തിന് അപ്പുറം ഉദ്ധാനത്തിൽ നമ്മൾ ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ച് നമ്മൾ ഹൃദയത്തോട് ചേർത്ത് പിടിക്കും. ഞാനും ഈ പ്രകാശത്തിൽ നിന്ന് സ്വീകരിച്ച പ്രകാശമാണെന്ന് പറയാം. ഒരു പുത്തൻ തീയായി മാറുന്നു, പുത്തൻ തിരിയായി മാറുന്നുണ്ട്. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ഈശോയെയാണ് ഇന്ന് നമ്മൾ ഈ രാത്രിയിൽ കണ്ടുമുട്ടുന്നത്. ഈ തിരി വെട്ടത്തിലാണ്, ഈ പ്രകാശത്തിലാണ് നമ്മൾ സഞ്ചരിക്കാൻ പോകുന്നത് എന്നുകൂടി ഓർത്തിരിക്കട്ടെ. എന്നെ അറിഞ്ഞിരുന്നെങ്കിൽ, 19ഉം 20ഉം തിരുവചനങ്ങൾ നമ്മളെ ചേർത്ത് നിർത്തുന്നത് അങ്ങനെയാണ്. എന്നെ അറിഞ്ഞിരുന്നെങ്കിൽ, യേശുവിനെ അറിയുക. യോഹന്നാൻ സുവിശേഷകൻ ഈ അയാംവേ, ഞാനാണ് എന്നുള്ളത്, ദൈവം ആരാണ്, യാഹ്വേ, ഞാനാകുന്നു എന്ന ഒരു വെളിപ്പെടുത്തലുകൾ ഇവിടെ നടത്തുന്നുണ്ട്. ഞാൻ ഇടയനാണ്, ഞാൻ വാതിലാണ്, ഞാൻ വഴിയാണ്, സത്യമാണ്, ജീവനാണ്. ആ ഈശോ ഇന്ന് നമ്മളോട് പറയുകയാണ്, ഞാൻ പ്രകാശമാണ്. നമ്മളൊക്കെ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് സഞ്ചരിക്കണം. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ദൈവത്തിൻ്റെ ആദ്യ സൃഷ്ടി പ്രകാശമായിരുന്നു. ഇസ്രയേൽ ജനം കാനാൻ ദേശത്തേക്കുള്ള യാത്രയിൽ അവർക്ക് അഗ്നിസ്തംഭമായി ഈ ദൈവം കൂടെ ഉണ്ടായിരുന്നു. വഴി നടക്കാൻ, ഈ ലോകത്തിൻ്റെ അന്ധകാരങ്ങൾ നീങ്ങാൻ ഈശോ നമ്മുടെ കൂടെ വേണം. ഈശോ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, അന്ധനെ നയിക്കാൻ സാധിക്കില്ല. നമ്മളൊക്കെ ഈ
2025 പ്രത്യാശയുടെ വർഷത്തിലായിരിക്കുമ്പോൾ ഒന്നോർത്തേക്കണേ, 2033 എന്ന ഒരു മഹാജൂബിലി വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ പ്രകാശം കിട്ടാത്ത ആരുമുണ്ടാകരുത്. ഈ നാമം, യേശുവിൻ്റെ നാമം അറിയാത്ത ആരുമുണ്ടാകരുത്. എല്ലാവരിലേക്കും ഈ പ്രകാശത്തിൽ നിന്ന് തിരിതെളിച്ച് ഞാൻ മറ്റൊരു പ്രകാശമായി എല്ലാവരിലേക്കും എത്തിച്ചേരണം. എൻ്റെ മക്കളിലേക്ക്, ഈ സമൂഹത്തിലേക്ക്, ഈ ലോകത്തിൻ്റെ അതിർത്തി വരെ ഈ പ്രകാശമെത്തണം, ഈ നാമമെത്തണം. ഈ വഴി യഥാർത്ഥ വഴിയാണെന്ന്, സത്യമാണെന്നുള്ള തിരിച്ചറിവിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ ഈ തപസ് കാലത്തിലെ ഈ വിശുദ്ധവാര ചിന്തയിലേക്കൊക്കെ നമ്മൾ കടന്നു വരുമ്പോൾ നമ്മളൊന്ന് ഓർത്തിരിക്കണം, ഒന്ന് കോറിയിടണം എന്നുകൂടി നമ്മളെ യേശുനാഥൻ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഈശോയിലൂടെയാണ് ദൈവം തന്നെ വെളിപ്പെടുത്തുന്നത്. ആ ഈശോയിലേക്ക് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമേ പിതാവായ ദൈവത്തെ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. ദൈവത്തിൻ്റെ ശക്തി നമ്മിലേക്ക് കടന്നു വരികയുള്ളൂ, നമ്മളെ ചൂട് പിടിപ്പിക്കുകയുള്ളൂ എന്നുള്ളൊരു തിരിച്ചറിവ്. എന്നോർത്ത് നോക്കിയേ, കർത്താവെ, സങ്കീർത്തകൻ 55:2 പറയുന്നുണ്ട്, കർത്താവെ എന്നോട് കരുണ തോന്നണമേ, എന്തെന്നാൽ മനുഷ്യർ എന്നെ ചവിട്ടിമതിക്കുന്നു, ദിവസം മുഴുവൻ ശത്രുക്കൾ പടപൊരുതി എന്നെ പീഡിപ്പിക്കുന്നു. എന്നാൽ ഈ ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കുമ്പോൾ നമ്മുടെ എല്ലാ വേദനകളും മാറുന്നു എന്നുള്ള തിരിച്ചറിവോടുകൂടി ആ ഈശോയിലൂടെ എല്ലാത്തിനെയും അതിജീവിക്കാനായിട്ട്, വ്യക്തമായി കാണാനായിട്ട്, സ്വർഗരാജ്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ഓരോ പ്രലോഭനങ്ങളെയും അതിജീവിക്കാനായിട്ടുള്ള ശക്തി നമുക്കുണ്ടാകട്ടെ. ഈ പ്രകാശത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മളൊക്കെ ചേർത്ത് പിടിക്കണം, എന്നിലെ അന്ധകാരങ്ങൾ നീങ്ങട്ടെ. ഈ രാത്രി എനിക്കൊരു അന്ധകാരമല്ല, മറിച്ച് പ്രകാശ പൂർണ്ണതയാണ് എന്നുള്ള തിരിച്ചറിവോടുകൂടി നമുക്ക് ഈശോയുടെ മുമ്പിൽ മുട്ടുകുത്താം, നമ്മുടെ ശിരസ് നമിക്കാം. സങ്കീർത്തനം 31:5 നമുക്ക് സഭയുടെ പ്രാർത്ഥനയോടൊപ്പം നമ്മെ തന്നെ, നമ്മുടെ ഹൃദയത്തിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ എല്ലാ നിയോഗങ്ങളിലേക്കും ഈ ശക്തി കടന്നു വരട്ടെ. കർത്താവെ, അങ്ങേ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. കർത്താവെ, വിശ്വസ്തനായ ദൈവമേ, അവിടുന്ന് എന്നെ രക്ഷിച്ചു. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. ആഴി തന്നഗാധത്തേക്കാൾ പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, നല്ലൊരു രാത്രിയും സുന്ദരമായ ഒരു പ്രഭാതവും നിങ്ങൾക്കെല്ലാവർക്കും നേരുന്നു. വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ ദിവ്യകാരുണ്യ ഈശോയിൽ നമുക്ക് പ്രാർത്ഥനയിലായിരിക്കാം. ദൈവസമർത്ഥമായിരിക്കും അനുഗ്രഹിക്കട്ടെ. The Lord grant us a quiet night and a perfect end. Amen. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.